ബാലൻസ്, നമ്മുടെ കേരളത്തിലെ ബാലൻസ് നിലനിർത്തിയത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി നിന്നു, കോൺഗ്രസ് കൃത്യമായി നിന്നു, ലീഗ് അവരുടെ കൂടെ നിന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു സാമൂഹിക ഘടന രൂപപ്പെട്ടു വർഗീയതക്കെതിരെ. അതേ സമയത്ത് എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞ് നമ്മുടെ ഘടന മാറ്റിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ആകെ ചില്ലറ വോട്ടാ വെക്കുള്ളത്. ഇതിനവരെ കൂടെ കൂട്ടുന്നത്. അങ്ങനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ കൂടെ കൂട്ടിയാൽ വലിയ നഷ്ടം സംഭവിക്കും. നമ്മുടെ സാമൂഹിക ഘടന തകരും. എന്ത് വർഗീയവാദികൾക്ക് സാധുക്കളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറഞ്ഞ് പറ്റിച്ച് വർഗീയതയിലേക്ക് ചേർക്കാൻ ഇതൊരു കാരണമാകും, ഇതൊരു ടൂളാവും. അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അവരെന്ത് പറഞ്ഞാൽ ആരാ? അത് ജമാഅത്തിനെ അറിയാത്തവരാരാ? ജമാഅത്ത് ഇന്ത്യൻ സർക്കാരിനോട് സഹകരിക്കുന്നത് ഹറാമാണെന്ന് എഴുതി വെച്ച ജനതയാണ്. അവരെ നമ്മൾ നമ്മുടെ സാമൂഹിക ഘടനയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ വർഗീയത വളരും. ഈ നിലക്ക് മുന്നോട്ട് പോയാൽ വളരെ സമീപമായ ഒരു ഭാവിയിൽ കേരളം വർഗീയവാദികൾ ഭരിക്കും. നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ യോജിച്ച് നിൽക്കണം. അതിൽ മതമൊന്നുമില്ല. ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം എല്ലാം യോജിച്ച് നിൽക്കണം. എന്തുകൊണ്ട്? വർഗീയത വളരരുത്. വർഗീയത വളർന്നാൽ കേരളം വർഗീയത. തീർച്ചയായിട്ടും ഖാസിമി ഉസ്താദ് പറയുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. മുന്നേ ഹൈദരലി തങ്ങളും ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി അടങ്ങുന്ന നേതാക്കന്മാരെ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ അകറ്റി നിർത്തിയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ. എന്നാൽ ഇന്ന് അവർ വാരിപ്പുണരുകയാണ്. 2 ദിവസം മുമ്പ് ഷാഫി ശാരിയത്തിന്റെ പ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുസ്ലിങ്ങളെ, ജമാഅത്തെ ഇസ്ലാമിയുടെ പേരും പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്കെതിരെയാണ് വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല പറയുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ മുനവർ അലി ശിഹാബ് തങ്ങൾക്കും ആ ഒരു അഭിപ്രായം തന്നെയാണുള്ളത്. ജമാഅത്തെ ഇസ്ലാമി എന്നും പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് നേരെ എതിരെയാണ് വരുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അവരുടെ വാദം ഇന്നുവരെയും തിരസ്കരിച്ചിട്ടില്ല. അവരുടെ വാദം മതരാഷ്ട്രവാദമാണ്. ഇസ്ലാമിക് കൺട്രി അഥവാ ശരീഅത്ത് നിയമങ്ങൾ നടപ്പിലാക്കുക. ഇന്ത്യ ഒരിക്കലും അങ്ങനത്തെ ഒരു രാജ്യമല്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതിൽ വർഗീയതക്കോ മത രാഷ്ട്രവാദത്തിനോ ഒരിക്കലും തന്നെ ഒരു സ്ഥാനവുമില്ല. അതുതന്നെയാണ് ഇവിടെ കോൺഗ്രസും CPIM-ഉം ഇത്രയും കാലം നിർവഹിച്ചു പോന്നിരുന്നത്. എന്നാൽ ഇന്ന് UDF-ന്റെ ഭാഗമായ മുസ്ലിം ലീഗ് അടങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ അവരുടെ നിസാര വോട്ടുകളുടെ പേരിൽ അവരുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അംഗീകാരം നൽകുന്ന രീതിയാണ് ഉടലെടുക്കുന്നതെങ്കിൽ സമീപഭാവിയിൽ അത് വലിയ അപകടം സൃഷ്ടിക്കും.